ഇത്രയും ഇന്റലിജന്റ് ആയിട്ട് കാശ്മീരിന് എവിടെ കിട്ടും? തക്കിട്ട് പറയുന്നത് 2 വർഷത്തേക്ക് ജർമ്മനിയിലേക്ക് താമസം മാറുവാണ്. ജർമ്മനിയിൽ നിന്ന് തക്കിട്ടു തീരുമാനം മാറ്റി ഇപ്പൊ ഇറാനിലാണ് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു. അപ്പൊ അതിനകത്ത് കാശിമ ഉണ്ടാക്കുന്ന ഒരു പുതിയ, കാശിമക്ക് ആള് വെജിറ്റേറിയൻ ആയതുകൊണ്ട് ചിക്കൻ ഫിഷിന്റെ ഒക്കെ കാര്യം വരുമ്പോൾ ആൾ ഉണ്ടാക്കാൻ പോണതിനെ കാട്ടി മുന്നേ ഭയങ്കര ടെൻഷനായി കേട്ടോ. അപ്പം എന്താണ്, ഞാനിങ്ങനെ സ്ഥിരമായിട്ട് എൻ്റെ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നും കാണിച്ചു കൊടുക്കും, അത് ഉണ്ടാക്കും. ഫിഷ് അങ്ങനത്തെ നോൺ വെജിന് മാത്രമേ ഉള്ളൂ കേട്ടോ ആൾക്ക് ഈ കൺഫ്യൂഷൻ. പക്ഷേ കഴിഞ്ഞ ദിവസം എവിടുന്നോ ആള് ടി വിയിൽ നിന്ന് എങ്ങാനും കണ്ടിട്ടാന്ന് തോന്നുന്നു ഒരു റെസിപ്പി കണ്ടുപിടിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് മല്ലിയില ഉണ്ടോ, ഞാൻ ഒരു സാധനം ട്രൈ ചെയ്യാം, കുറച്ച് ചിക്കൻ വെച്ച് ട്രൈ ചെയ്യാമെന്ന്. എന്നിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് വന്നപ്പോഴേക്കും ഞാൻ വെറുതെ ഒരു സ്റ്റോറി ഇട്ടു. ഇതെന്താ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ കഴിച്ചും കൂടെ നോക്കിയപ്പോഴത്തേക്കും ഒരു വമ്പൻ ഐറ്റം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹരിയാലി ചിക്കൻ എന്ന് വിളിക്കണോ അതോ തന്തൂരി ചിക്കൻ എന്ന് വിളിക്കണോ, അഫ്ഗാനി അല്ല എന്തായാലും. അപ്പം അങ്ങനത്തെ എന്താ വിളിക്കണമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ കാശിമ സ്പെഷ്യൽ ചിക്കൻ എന്ന് വിളിച്ചിട്ട് അതിനൊരു പേര് കൊടുത്തു. അപ്പോഴത്തേക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു വീഡിയോ എടുക്ക്, റെസിപ്പി എന്താണെന്ന് അറിയണം എന്നൊക്കെ. അപ്പോൾ ഓൾ റൈറ്റ്, നമ്മൾ കുറച്ച് നാളെയല്ലോ റെസിപ്പി വീഡിയോ ഒക്കെ വീട്ടിലിരുന്ന് എടുത്തിട്ട്. കുറച്ച് തിരക്കായിപ്പോയി, കുറച്ച് അധികം തിരക്കായിപ്പോയി. എനിക്കറിയാം ഞാൻ ഓരോ തവണ വന്നിട്ട് ഇങ്ങനെ പറയുമ്പം അത് ശരിയല്ലാന്ന്. പക്ഷെ എന്താ പറയുക, ഒറ്റയ്ക്ക് രാവിലെ മുതൽ രാത്രി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമുക്ക് വീഡിയോയിൽ കംപ്ലീറ്റ് ആത്മാർത്ഥത ഇട്ടുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് സംശയം ചില സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഡിലേ വരുന്നത് കേട്ടോ. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ ഭയങ്കര സന്തോഷമാണ്. സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ മാത്രമല്ല, കുറച്ച് വീഡിയോസ് ഇങ്ങനെ കുറച്ച് ബാക്ക് ടു ബാക്ക് ഇനി വരും. ആദ്യം തന്നെ കുറച്ച് ഈവൻറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വെഡ്ഡിങ് ഈവൻറ്റ് വരുന്നുണ്ട്, ഒരു വലിയൊരു വെഡ്ഡിങ് ഈവൻറ്റ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് വീഡിയോസ് വരും എന്ന് വിചാരിക്കുന്നു. പിന്നെ അതിന് ശേഷം കുറച്ച് അല്ലാണ്ട് നിങ്ങളുടെ കുറച്ച് റിക്വസ്റ്റുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ കാശിമ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയിലേക്ക് പോയാലോ. എവിടെ? അപ്പോൾ ഗൈസ്, തക്കിറ്റു സ്വന്തമായിട്ട് ഒരു പെട്ടി പാക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് തക്കിറ്റുവിൻ്റെ ഡ്രസ്സും കുറച്ച് ആവശ്യ കാര്യങ്ങളാണ്. കാരണം തക്കിറ്റു പറയുന്നത് 2 വർഷത്തേക്ക് ജർമ്മനിയിലേക്ക് താമസം മാറുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് വഴക്ക് പറഞ്ഞു. കാരണം ദേഹത്ത് ഞാൻ അറിയാണ്ട് ചില പ്രത്യേക സെൻസിറ്റീവ് ഏരിയാസിലോട്ട് ഐസ് ഇടുന്നുണ്ട്. ഞാൻ ഒന്ന് വഴക്ക് പറഞ്ഞു. അതുകൊണ്ട് തക്കിറ്റു തലശ്ശേരി വിട്ട് ജർമ്മനിയിൽ പോകാം. അപ്പോൾ നന്നായി വരിക. അവിടെ അപ്പോൾ 2 ഇയേഴ്സ് കഴിഞ്ഞു. അപ്പോൾ തക്കിട്ടൊന്ന് 8 ഇയേഴ്സ് ഓൾഡ് ആവും അല്ലേ? ഓക്കെ, അപ്പോൾ അവിടെ ആരും കൂടിയാണ് താമസിക്കാൻ പോണേ? ഹോട്ടലിലാ 2 വർഷം. അപ്പം കാശ് ചിക്കിളി ആര് തന്നതാണ്? അവള് ജർമ്മനി പോട്ടെ, നമുക്ക് കിച്ചണിലോട്ട് പോവാം. കാശിമ നമ്മുടെ കാശിമ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയിലെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാശിമ എന്ത് എക്സ്പീരിയൻസ് പേഴ്സൺ ആണെന്നറിയോ? കാരണം ഞാൻ നടക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും കാശിമ ഓൾറെഡി മാരിനേഷൻ റെഡിയാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു കാശിമ എനിക്ക് ഷൂട്ട് ചെയ്യണം, അപ്പോൾ മാരിനേഷൻ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കാണിക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞു അത് ഞാൻ തനിയാ പണ്ടറമ്മ, അത് 2ാമത്തെ ടേക്കിൽ സെപ്പറേറ്റ് കാണിച്ചിട്ട് പിന്നെ അത് നമ്മൾ അരിച്ചതായിട്ട് വെക്കാമല്ലോ. കാരണം മാരിനേഷൻ ഒരു 2 മണിക്കൂർ നിൽക്കണ്ടേ, ഇല്ലെങ്കിൽ നമ്മൾ സമയം വൈകില്ലേ. ഇത്രയും ഇന്റലിജന്റ് ആയിട്ട് കാര്യങ്ങൾ കണ്ട് മുന്നോട്ട് വെക്കുന്ന കാശ്മീരിന് എവിടെ കിട്ടും? അപ്പോൾ നമ്മള് മാരിനേഷനിൽ എങ്ങനെ അരക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ വേണം, പുതിന ഉണ്ടെങ്കിൽ അത് നമ്മൾ 2 പ്രാവശ്യം ഉണ്ടാക്കിയിൽ 1 പ്രാവശ്യം പുതിന ഇട്ടിട്ടും ഇടാതെയും ഉണ്ടാക്കി 2ാമത്തെ പ്രാവശ്യം. ടേസ്റ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ 2ലുണ്ട്. പിന്നെ മല്ലിയില, കറിവേപ്പില, കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, തേങ്ങ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നത്. എന്നിട്ട് ആ മാരിനേഷനാണ് നമ്മൾ ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് വേണ്ടത്, ലെഗിലാണ്, ഡ്രം സ്റ്റിക്സ് പോലെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിൽ ആ മാരിനേഷനിലോട്ട് നമുക്ക് ഇട്ടിട്ട് ഒരു 1.5 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു നാരങ്ങ, ഒരു ഫുള്ള് നാരങ്ങ വേണം, ഹാഫ്, ഒരു പകുതി നാരങ്ങ കൂടി നമ്മൾ ഇട്ടിട്ട് പിഴിഞ്ഞെടുത്തിട്ടാണ്
ആ മാരിനേഷൻ നമ്മൾ റെഡിയാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം, ഇപ്പം എൻ്റെ ഈവനിങ് വാക്കിംഗ് ടൈം കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് തക്കിട്ടും വിഷ്ണുണ്ണും കൂടെ എപ്പോഴും സ്വിമ്മിങ്ങിന് പോകാറ്. അപ്പോൾ സ്വിമ്മിങ് കഴിഞ്ഞിട്ട് പോകുന്നില്ലേ? അതെന്താ തക്കിട്ടു? ഓക്കെ ഗൈസ്, ജർമ്മനിയിൽ നിന്ന് തക്കിട്ടു തീരുമാനം മാറ്റി ഇപ്പൊ ഇറാനിലാണ് പോകുന്നത്. സോ അതുകൊണ്ട് സ്വിമ്മിങ് നിന്ന് തക്കിട്ടു പോകുന്നില്ല എന്ന് അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ ദാ ഈ രൂപത്തിലാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പുതിന ചട്നി എല്ലാം മാതിരില്ല, ഇതിൽ നമ്മൾ താളിച്ചിടുന്നില്ല എന്നേ ഉള്ളൂ. ശരിക്കും പുതിന ചട്നി. വാവ്! അപ്പം ഇത് വേണമെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ തൊട്ട് കഴിക്കട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു ഡിഷും കൂടി ആയല്ലോ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ അവർ സ്വിമ്മിങ് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തക്കിട്ടുവിൻ്റെ കുളി അത് കിടക്കുന്നതിന് മുമ്പേ പ്രധാനമാണ്. അപ്പം ആ ടൈമിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന 2 പ്രോഡക്ട്സ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ തക്കിട്ടുവിന് എപ്പോഴും രാവിലെയും രാത്രിയും കിടക്കുന്നതിന് മുമ്പേ കുളിപ്പിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ അറിയാലോ, ഞാൻ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് മാമാഅർത്തിൻ്റെ ബേബി പ്രോഡക്ട്സ് ആണ്. എൻ്റെ 2 വർഷം മുമ്പുള്ള വീഡിയോസ് മുതൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ശീലം ഒട്ടും തന്നെ ഞാൻ മാറ്റിയിട്ടില്ല. ബിക്കോസ് ഐ ട്രസ്റ്റ് ദം സോ മച്ച്. എൻ്റെ എല്ലാ അമ്മമാരും അവരുടെ കുട്ടികൾക്ക് ബെസ്റ്റ് അവരുടെ സ്കിന്നിന് pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഒത്തിരി ഡ്രൈനെസ് ആവാതിരിക്കാൻ, അതായത് ഈസി അബ്സോർബൻ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ലോഷൻസ് ആണെങ്കിലും വാഷസ് ആണെങ്കിലും ഒക്കെ ഞാൻ അതിൽ ഒത്തിരി ഡിപ്പെൻഡഡ് ആണ്. അപ്പം അവരുടെ തന്നെ മാമാഅർത്തിൻ്റെ മിൽക്കി സോഫ്റ്റ് ഹെഡ് ടു ടോ ബോഡി വാഷ്, ഒപ്പം അതിനുശേഷം മിൽക്കി സോഫ്റ്റ് ബോഡി ലോഷൻ ഫോർ ബേബീസും, ഇത് രണ്ടും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് പോസ്റ്റ് ഷവർ ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ബേസിക്കലി ഇതിനകത്തുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് മിൽക്ക് പ്രോട്ടീൻസ്, പിന്നെ ഓട്സ്, പിന്നെ കാലൻഡ്യൂല തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്, വിച്ച് ഹെൽപ്സ് ഇൻ എ ലോട്ട് ഓഫ് നറിഷ്മെൻറ്റ് ഇൻ ദ സ്കിൻ. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ഗ്രീസി ആയിട്ട് കുറേ നേരം നിൽക്കുകയോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ എപ്പോഴും നമ്മൾ എന്ത് കുട്ടികൾക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും നമ്മളെപ്പോഴും സ്കിൻ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് പറ്റുമോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പം ഇത് എപ്പോഴും എനിക്കും മോൾക്കും ആണെങ്കിൽ എപ്പോഴും ഭയങ്കര അധികം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മാമാഅർത്തിൻ്റെ വെബ്സൈറ്റിന്നോ ആപ്പിന്നോ ആണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ തവണ പർച്ചേസ് ചെയ്യുമ്പോൾ സ്പെഷ്യലി എൻ്റെ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അവൾക്കൊരു കുളി ഇത് വെച്ച് കൊടുക്കാൻ പോകണം. എൻ്റെ കോഡ് BALA2024 ആണ്. സോ ഡോണ്ട് ഫർഗെറ്റ് ഫോർ 20% ഡിസ്കൗണ്ട്. അപ്പോൾ അത് നൈക്കാലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഓരോ തവണ പർച്ചേസ് ചെയ്യുമ്പോൾ വെബ്സൈറ്റിലാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ പർച്ചേസും ഒരു ഇനീഷ്യേറ്റീവിലോട്ട് ലിങ്ക് ചെയ്യും. അപ്പോൾ അതായത് ബൈ 2025 നമ്മൾ 1 മില്യൺ ട്രീസ് ആണ് നമ്മൾ മാമാഅർത്ത് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പം നമ്മൾ അതിനകത്ത് എൻവയൺമെൻറ്റിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതേ ട്രീ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാനും പറ്റും. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് ഇമെയിൽ ആയിട്ടൊക്കെ കിട്ടും. ഭയങ്കര എക്സൈറ്റിംഗ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ മാരിനേഷനൊക്കെ റെഡിയായി. അപ്പോൾ ഇനി പാൻ ചൂടാക്കിയിട്ട് നമ്മൾ തേങ്ങ എണ്ണ ഇടും അല്ലേ? ചൂടായ എണ്ണയിൽ നമ്മൾ ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ മിക്സൊക്കെ നല്ലോണം പിടിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കും. എങ്കിരുന്ന് കത്തിക്കണമാ ഇത്? யாரு சொல்லி கொடுத்தது? அதுதான் முதல் டைம்ல கொஞ்சம் வச்சு பார்த்தல, அதுதான் டேஸ்ட் பண்ணி இப்படி பண்ணா நல்லா இருக்குமான்னு பார்த்தேன். അപ്പോൾ നല്ലൊരു ഡീപ്പ് ഫ്രൈ ആട്ടോ വേണ്ട. നല്ല ഒരു എണ്ണയിൽ കുളിക്കൊന്നും വേണ്ട, ഇച്ചിരി നമ്മൾ സാധാരണ പോലെ ചിക്കൻ ഫ്രൈ ചെയ്യണ മാതിരി 2 സൈഡും ഒന്ന് വെന്ത് കിട്ടണ വരാം. അപ്പം ഇതൊന്ന് ഒരു ചെറിയൊരു ബ്രൗണിഷ്, ഒരു ഡാർക്ക് ഗ്രീനും ബ്രൗണും ഗോൾഡനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് ഒരു സൈഡിൽ വരുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിടാം. അപ്പോൾ കുറച്ചൊന്ന് ഒരു സൈഡ് വറുത്ത് കിട്ടുമ്പോഴത്തേക്കും കറിവേപ്പില ഇടാം. அதுக்கப்புறம் സവാള. ഞാനിപ്പോൾ തമിഴും മലയാളം എല്ലാം കലந்து தான் நான் வீடியோ பண்ணுறேம்மா. நேற்றும் நான் யார்கிட்ட பேசும்போது அப்படி இல்லை இப்படின்னு சொல்லியாச்சு. ஐயோ അപ്പോൾ അതിട്ടു. ഇതിൻ്റെ ഏറ്റവും രസം എന്താണെന്ന് പറയുക, ഇതിനകത്ത് തേങ്ങ മിക്സ് ഉള്ളതുകൊണ്ട് ബാക്കി സവാളയും കറിവേപ്പിലൊക്കെ ഒന്ന് വറുത്ത് കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ ആ മസാല മാത്രത്തിൽ തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇത് കുക്കായോ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നല്ല സോഫ്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി ഒരു കത്തി വെച്ചൊന്ന് കുത്തി നോക്കും. അപ്പോൾ അതെ വെന്തുണ്ട്. അപ്പോൾ നമ്മുടെ
കാശ്മീർ സ്പെഷ്യൽ ചിക്കൻ റെഡിയാച്ച് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ കാശ്മീർ സ്പെഷ്യൽ ചിക്കൻ റെഡിയാണ്. അപ്പോൾ എൻ്റെ ഡിന്നർ ടൈം കുറച്ച് നേരത്തെ ആട്ടോ എല്ലാവരെക്കാട്ടിലും. കാരണം അത് എൻ്റെ വെയിറ്റ് ലോസിനൊക്കെ കുറച്ച് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും കാശ്മീർ സ്പെഷ്യൽ ചിക്കൻ. ഇതിപ്പം നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയൊക്കെ കേട്ടിട്ട് വേറെ എന്തെങ്കിലും ചിക്കൻ ഡിഷായിട്ട് സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ ആ പേരിട്ടുള്ളൂ കേട്ടോ. സോ ലെറ്റ്സ് ഹാവ് ഇറ്റ്. ശരിക്കും അടിപൊളിയാണ്. അപ്പം വേഗം തന്നെ ഉണ്ടാക്കാം. എൻ്റെ ചാനൽ അറിയാമല്ലോ, ഒട്ടും ടഫല്ലാത്ത കുക്കിംഗ് ഐറ്റംസ് മാത്രമേ, ഒട്ടും ടഫല്ലാത്ത റെസിപ്പീസ് മാത്രമേ ചെയ്യാറുള്ളൂ. മറ്റൊരു ബിഗിനേഴ്സ് റെസിപ്പിയാണിത്. അപ്പം ട്രൈ ചെയ്യാം, അഭിപ്രായം പറയാം. ഓക്കെ, ബൈ.